ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നേക്ക് ഇൻസ്റ്റൻറ്റ് റവ ഡോക്ലയുടെ വീഡിയോ ആയിട്ട് വന്നാൽ ഇന്ന് ഇൻസ്റ്റൻറ്റ് നമുക്ക് റവ സാൻഡ്വിച്ച് ഡോക്ല നമുക്ക് റെഡിയാക്കിയെടുക്കാം. നല്ല സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ എങ്ങനെയാണ് മേടിക്കാൻ ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ സെയിം അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ റവ വേണം. 250 ml കപ്പിന് ഞാനാണെങ്കിൽ റവ എടുത്തിട്ട് റവ വറുത്തതോ എങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ മോര് ഒഴിച്ചെടുക്കുക. ഇച്ചിരി പുളിയുള്ള മോര് എടുക്കണേ. 2 കപ്പ് ആ കപ്പിനെ അളന്ന് നമുക്ക് 2 കപ്പ് മോര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 15-20 മിനിറ്റത്തേക്ക് നമുക്ക് സെറ്റ് ആവാനായിട്ട്. അപ്പോഴത്തേക്ക് റവയൊക്കെ ഒന്ന് വേർത്ത് നല്ല പാകത്തിനായി വരും. അപ്പോൾ അതുവരത്തേക്ക് നമുക്കിത് റെസ്റ്റിന് വേണ്ടിയായിട്ട് വെക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ മോര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മോരില്ലെങ്കിൽ ഇതിൻ്റെ പകരം തൈരാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് ബാക്കി എത്ര വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം പാകത്തിന് നമ്മൾ ഇഡ്ഡലി ബാറ്ററൊക്കെ നമ്മൾ റെഡിയാക്കത്തില്ല, ഇഡ്ഡലി മാവ് റെഡിയാക്കുന്ന അത്രയും പാകത്തിന് വേണം ചെയ്യാനായിട്ട്. ഇതിനകത്ത് ഞാനാണ് പീനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ പീനട്ട് ഓയിൽ തന്നെ ഒഴിക്കണം. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. 2.5 കപ്പ് ഞാൻ മോര് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. മോരായ കൊണ്ട് 2.5 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി മൊത്തം ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ടോട്ടൽ നമുക്ക് ഒരു 3 കപ്പ് ലിക്വിഡിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 പാർട്ടിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പകുതിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഇഡ്ഡലി തട്ടിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഈനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരം ബേക്കിംഗ് സോഡ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒരു ഡയറക്ഷൻ തന്നെ മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ട്രേയിൽ കുറച്ച് ഓയിലും കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് എല്ലാം വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞിട്ടേ നമുക്കിതൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഒത്തിരി നേരം ഈനോ ഇട്ടിട്ട് വെക്കാൻ പാടില്ല. അന്നേരം നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാവ് നമ്മുടെ കൈ ഒട്ടുന്നില്ലെങ്കിൽ അപ്പോൾ അത് പാകത്തിനായെന്നാൽ അഥവാ നിങ്ങളുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ വെക്കണേ. അപ്പോൾ അത് വരത്തേക്ക് നമുക്കാണെങ്കിൽ ഗ്രീൻ ചട്നി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചട്നിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ബ്ലാക്ക് സോൾട്ട്, പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി അത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീൻ ചട്നി നമ്മൾ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബാറ്റർ റെഡിയാക്കിയില്ലായിരുന്നു. അതിനകത്ത് ഒരു തവി ഞാൻ മുഴുവൻ നിറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കാണെങ്കിൽ ഗ്രീൻ ഫുഡ് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഞാൻ വീഡിയോയ്ക്ക് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയായിട്ട് ഇട്ട് കൊടുത്തത്. എൻ്റെ കേക്കിൻ്റെയൊക്കെ കളർ ജെൽ കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു 3-4 ഡ്രോപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈനൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് എൻ്റെ കൈ വന്നു. തീരെ ഒട്ടുന്നൊന്നുമില്ല കേട്ടോ. ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേ ഈ ബാറ്റർ നമുക്ക് അകത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചട്നിയുടെ ബാറ്റർ നമുക്ക് അകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണേ സ്റ്റീം ചെയ്യാനായിട്ട്. ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിനകത്ത് പെട്ടെന്ന് തന്നെ ഈനോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഈനോ ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഒരു ഡയറക്ഷനിൽ മിക്സാക്കി കൊടുക്കുക. നമുക്കാണെങ്കിൽ ഒന്ന് തൊട്ട് നോക്കാം. അത് നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൂടെ മുഴുവനായിട്ട് നമുക്ക് അകത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലായിടത്തുനിന്നും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിന് ശേഷം അത് അടച്ച് ഒരു 15-20 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പിച്ചാത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ടൊന്ന് നോക്കിയാൽ മതി. നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതേ കണ്ടില്ല, എൻ്റെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണേ. അതുവരത്തേക്ക് നമുക്കൊരു തടുക്ക റെഡിയാക്കി എടുക്കാം. തടുക്ക പാനിനകത്ത് നമുക്കാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനാണെങ്കിൽ പീനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ ആണെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് നടുകെ കീറി അതും ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ, എണ്ണയ്ക്ക് വേണ്ടി ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പ് മതി. അപ്പോൾ ഇതും ഇത്രയും മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ തടുക്ക നമുക്ക് അതിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ റവ സാൻഡ്വിച്ച് ഡോക്ല റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ഇനി എന്തൊക്കെയാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.